കോടീശ്വരന്മാരായിട്ടുള്ള മലയാള നടന്മാർ. നമ്മുടെ മലയാള സിനിമ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന നിലയിലേക്ക് വളർന്നിട്ടുണ്ട്. അതോടൊപ്പം മലയാള നടന്മാരും. ഇത്തരത്തിൽ മലയാള താരങ്ങളുടെ ആസ്തി, അവരുടെ കാറുകൾ, ഒരു ചിത്രത്തിന് വാങ്ങുന്ന പ്രതിഫലം, ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. സോ സമയം കളയാതെ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ലിസ്റ്റിൽ 12ാമതായിട്ട് വരുന്നത് ജയസൂര്യ. ആദ്യം തന്നെ ജയസൂര്യയുടെ ആസ്തി നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 50 കോടി രൂപയോളമാണ്. 2002 പുറത്തിറങ്ങിയ ഊമപ്പെണ്ണിന് ഉരിയാടപ്പൻ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്താണ് ജയസൂര്യ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ആട് 3, കത്തനാർ എന്നീ 2 ചിത്രങ്ങളാണ് വരാനിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങൾ. റേഞ്ച് റോവർ സ്പോർട്ട്, ലെക്സസ് ES, ഓഡി A4 തുടങ്ങി 7ഓളം വരുന്ന കാറുകൾ ഇന്ന് ഇദ്ദേഹത്തിനുണ്ട്. 90 ലക്ഷം മുതൽ 1 കോടി 20 ലക്ഷം രൂപയോളമാണ് ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്നത്. 11ാമതായിട്ട് വരുന്നത് ടൊവിനോ തോമസ്. 2012 പുറത്തിറങ്ങിയ പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് ടൊവിനോ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ഖലീഫ, പല്ലിച്ചട്ടമ്പി എന്നീ 2 ചിത്രങ്ങളാണ് വരാനിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ. 1.5 കോടി മുതൽ 3 കോടി രൂപയോളമാണ് ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്നത്. സിനിമക്ക് പുറമെ നോർത്ത് റിപ്പബ്ലിക്, മൈജി എന്നീ കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് ഇദ്ദേഹം. ഏകദേശം ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 55 കോടി രൂപക്ക് മുകളിലാണ്. 10ാമതായിട്ട് വരുന്നത് കുഞ്ചാക്കോ ബോബൻ. വർഷം 1976 ആലപ്പുഴയിലാണ് ചാക്കോച്ചൻ ജനിക്കുന്നത്. അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെ അഭിനയം തുടങ്ങിയ ഇദ്ദേഹം ഇന്ന് ഒരു നടനും നിർമ്മാതാവും ബിസിനസ്സുകാരനും ഒക്കെയാണ്. ഇന്നത്തെ ചാക്കോച്ചന്റെ ആസ്തി എന്ന് പറയുന്നത് ചില റിപ്പോർട്ടുകൾ പ്രകാരം 60 കോടി രൂപയോളമാണ്. ഇനി ഇദ്ദേഹത്തിന്റെ കാറുകൾ നോക്കുകയാണെങ്കിൽ ടൊയോട്ട വെൽഫെയർ, പോർഷെ കയാൻ, മിനി കൂപ്പർ S, ലാൻഡ് റോവർ ഡിഫൻഡർ എന്നീ 4 കാറുകളാണ് ഇദ്ദേഹത്തിനുള്ളത്. നമ്മുടെ ലിസ്റ്റിൽ 9ാമതായിട്ട് വരുന്നത് ആസിഫ് അലി. 2009 പുറത്തിറങ്ങിയ ഋതു എന്ന ചിത്രത്തിലൂടെ അഭിനയം തുടങ്ങിയ ആസിഫ് അലി ഇന്ന് അഭിനയിച്ചത് 60ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ആസിഫ് അലി ഇന്ന് ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്നത് ഏറെക്കുറെ 1 കോടി രൂപക്ക് മുകളിലാണ്. മെഴ്സിഡസ് ബെൻസ് G വാഗൺ, ലംബോർഗിനി ഉറൂസ്, മെഴ്സിഡസ് ബെൻസ് മേബാക്, ലാൻഡ് റോവർ ഡിഫൻഡർ എന്നീ തുടങ്ങി 7ഓളം വരുന്ന കാറുകൾ ഇന്ന് ഇദ്ദേഹത്തിനുണ്ട്. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നത്തെ ആസിഫ് അലിയുടെ മൊത്തം ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ഏകദേശം 75 കോടി രൂപയോളമാണ്. 8ാമതായിട്ട് വരുന്നത് ഫഹദ് ഫാസിൽ. 2002 പുറത്തിറങ്ങിയ കയ്യെത്തും ദൂരത്ത് എന്ന തന്റെ പിതാവിന്റെ ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അഭിനയം തുടങ്ങിയ ഇദ്ദേഹം മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് നായകനും വില്ലനും ഒക്കെ ആയിട്ട് അഭിനയിച്ചത് 50ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഏകദേശം ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് 90 കോടി രൂപയോളമാണ്. തന്റെ സിനിമാ കരിയറിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയത് പുഷ്പ 2 എന്ന ചിത്രത്തിനാണ്. ഏറെക്കുറെ 8 കോടി രൂപയോളമാണ് ഫഹദ് ഇതിന് മാത്രം വാങ്ങിയത്. 7ാമതായിട്ട് വരുന്നത് പൃഥ്വിരാജ്. മലയാള സിനിമയിൽ സമ്പത്ത് കൊണ്ടും അഭിനയ കഴിവുകൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന നടന്മാരിൽ 7ാമത്തെ സ്ഥാനത്തുള്ളത് പൃഥ്വിരാജ് സുകുമാരനാണ്. നന്ദനം എന്ന ചിത്രത്തിലൂടെ അഭിനയം തുടങ്ങിയ ഇദ്ദേഹം ഇന്ന് ഒരു നടന് പുറമെ മികച്ചൊരു നിർമ്മാതാവ് കൂടിയാണ്. ഇദ്ദേഹം ഇന്ന് ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്നത് ഏറെക്കുറെ 3 മുതൽ 4 കോടി രൂപയോളമാണ്. കല്യാൺ സിൽക്സ്, അസറ്റ് ഹോം എന്നീ 2 കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് ഇന്ന് ഇദ്ദേഹം. ചില റിപ്പോർട്ടുകൾ പ്രകാരം 100 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ പൃഥ്വിരാജ് സുകുമാരന്റെ ടോട്ടൽ ആസ്തി എന്ന് പറയുന്നത്. 6ാമത്തെ സ്ഥാനത്തുള്ളത് നിവിൻ പോളി. 2010 അഭിനയം തുടങ്ങി തന്റേതായ ഒരു സ്ഥാനം സ്വന്തമായി മലയാള സിനിമയിൽ കെട്ടിപ്പടുത്ത ഒരാളാണ് നിവിൻ പോളി. 16 വർഷത്തെ തന്റെ സിനിമാ കരിയറിൽ ഇദ്ദേഹം അഭിനയിച്ച് തീർത്തത് 30ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. BMW 740i, ടൊയോട്ട വെൽഫെയർ, മിനി കൂപ്പർ S, ഓഡി A6 എന്നീ 4 കാറുകളാണ് ഇന്ന് ഇദ്ദേഹത്തിനുള്ളത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ മൊത്തം ഒരു ആസ്തി എന്ന് പറയുന്നത് 180 കോടി രൂപയോളമാണ്. 5ാമതായിട്ട് വരുന്നത് സുരേഷ് ഗോപി. ഒരു കാലത്ത് മലയാള സിനിമയിൽ തന്റെ അഭിനയ കഴിവ് കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു സുരേഷ് ഗോപി. വർഷം 1965
1995 പുറത്തിറങ്ങിയ ഓടയിൽ നിന്നെന്ന ചിത്രത്തിലൂടെ ഒരു ബാലതാരമായി അഭിനയം തുടങ്ങിയ ഇദ്ദേഹം തന്റെ സിനിമാ ജീവിതത്തിൽ അഭിനയിച്ചത് 250-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ടൊയോട്ട വെൽഫെയർ, ടൊയോട്ട ഇന്നോവ ഹൈക്രോസ്, ഓഡി Q7 എന്നീ 3 കാറുകളാണ് ഇദ്ദേഹത്തിന്റെ കാർ ശേഖരത്തിൽ മുൻപന്തിയിലുള്ളത്. 4-മത്തെ സ്ഥാനത്തുള്ളത് ദുൽഖർ സൽമാൻ. 2012 പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖർ ആദ്യമായി ക്യാമറയുടെ മുമ്പിലെത്തുന്നത്. വർഷങ്ങളുടെ അപ്പുറം ഇന്ന് ഇദ്ദേഹം ഒരു നടനപ്പുറം ബിസിനസ്സുകാരനും നിർമ്മാതാവും ഒക്കെയാണ്. 5 കോടി മുതൽ 6 കോടി രൂപയോളമാണ് ഇന്ന് ദുൽഖർ ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്നത്. ജോസ് ആലുക്കാസ്, ഓക്സിജൻ, എലൈറ്റ് ഫുഡ്സ് എന്നീ കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ ആയിക്കൊണ്ടും ഇന്ന് ദുൽഖർ പ്രവർത്തിക്കുന്നു. ഇനി DQന്റെ കൈവശമുള്ള കാറുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കുറച്ച് കാറുകൾ നോക്കുകയാണെങ്കിൽ ഫെരാരി 269 GTB, മെഴ്സിഡസ് ബെൻസ് SLS, AMG, പോർഷെ 911 GT3, BMW M3 E46 എന്നീ കാറുകളാണ്. ഇദ്ദേഹത്തിന്റെ മൊത്തം ഒരു കാർ ശേഖരത്തിന്റെ മാത്രം മൂല്യം എന്ന് പറയുന്നത് ഏകദേശം 25 കോടി രൂപയോളമാണ്. 3-മതായിട്ട് വരുന്നത് മമ്മൂട്ടി. മലയാള സിനിമയിലെ താരരാജാക്കന്മാരിൽ ഒരാളായ മമ്മൂട്ടിയുടെ ആസ്തി നോക്കുകയാണെങ്കിൽ ചില റിപ്പോർട്ടുകൾ പ്രകാരം അത് 340 കോടി രൂപയോളമാണ്. 10 കോടി മുതൽ 12 കോടി രൂപയോളമാണ് ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്നത്. സിനിമക്കപ്പുറം മമ്മൂട്ടി ഇന്ന് ഒരു ബിസിനസ്സുകാരനും നിർമ്മാതാവും റിയൽ എസ്റ്റേറ്റിലുള്ള വലിയ നിക്ഷേപകനും ഒക്കെയാണ്. 396 എന്ന ഗാരേജ് നമ്പറിലുള്ള ഇദ്ദേഹത്തിന്റെ കാർ ശേഖരത്തിൽ മുന്നിൽ നിൽക്കുന്ന കുറച്ച് കാറുകൾ നോക്കുകയാണെങ്കിൽ അതിൽ റോൾസ് റോയ്സ് മുതൽ ബെൻസിന്റെ പല കാറുകളുണ്ട്, BMന്റെ പല കാറുകളുണ്ട് എന്നീ തുടങ്ങി 369ഓളം വരുന്ന കാറുകൾ ഇന്ന് ഇദ്ദേഹത്തിനുണ്ട്. 2-മതായിട്ട് വരുന്നത് മോഹൻലാൽ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള പണമുള്ള നടന്മാരുടെ ലിസ്റ്റിൽ 2-മത്തെ സ്ഥാനത്തുള്ളത് ലാലേട്ടനാണ്. ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ ആസ്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ഏകദേശം 480 കോടി രൂപയോളമാണ്. വർഷം 1980 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ ഒരു വില്ലൻ വേഷം ചെയ്താണ് മോഹൻലാൽ സിനിമയിലേക്ക് എത്തുന്നത്. ഇന്ന് ഇദ്ദേഹം ഇന്ത്യൻ സിനിമയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ അറിയപ്പെടുന്ന ഒരാളു കൂടിയാണ്. റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി, ലംബോർഗിനി ഉറൂസ്, ടൊയോട്ട വെൽഫെയർ, മെഴ്സിഡസ് ബെൻസ് GLS 350 എന്നീ തുടങ്ങി 7ഓളം വരുന്ന കാറുകൾ ഇന്ന് ഇദ്ദേഹത്തിനുണ്ട്. ഏകദേശം 15 കോടി രൂപയോളമാണ് ഇന്ന് മോഹൻലാൽ ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്നത്. നമ്മുടെ ലിസ്റ്റിൽ 1-മത്തെ സ്ഥാനത്തുള്ളത് ദിലീപ് ഗോപാലകൃഷ്ണൻ പത്മനാഭൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. മലയാളികളുടെ ജനപ്രിയ നടൻ ദിലീപിന്റെ ആദ്യ സിനിമ വർഷം 1992 പുറത്തിറങ്ങിയ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രമാണ്. ഏകദേശം 2 കോടി മുതൽ 3 കോടി രൂപയോളമാണ് ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം. പോർഷെ പനമേര, ടൊയോട്ടോ ലാൻഡ് ക്രൂയിസർ, മിനി കൂപ്പർ എന്നീ തുടങ്ങി 7ഓളം വരുന്ന കാറുകൾ ഇന്ന് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. ഇന്ന് ദിലീപ് ഒരു നടന് പുറമെ വലിയൊരു ബിസിനസ്സുകാരനും നിക്ഷേപകനും നിർമ്മാതാവും ഒക്കെയാണ്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ മൊത്തം ഒരു സമ്പത്ത് ആസ്തി എന്ന് പറയുന്നത് ഏകദേശം ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് 600 കോടി രൂപയോളമാണ്. അപ്പോ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം ഇന്റർനെറ്റിൽ നിന്നും മറ്റുമായി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാടധികം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. പറ്റുന്നവർ എല്ലാം അതൊന്ന് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.